ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ വന്നാൽ അത് നിയന്ത്രിക്കാനുള്ള ഒരു ചെലവില്ലാത്ത ചികിത്സാ രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: വ്യായാമം അഥവാ എക്സർസൈസ്. നമ്മളെല്ലാം ഇന്ന് മടിയന്മാരാണ്. കാരണം കയ്യിലൊരു മൊബൈൽ ഫോണും ഒരു വാഹനവും ഉണ്ടെങ്കിൽ നമ്മൾ നടക്കാറില്ല, ദേഹം അനക്കാറില്ല. ചിലപ്പോൾ വാഹനം പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറുന്നതായിരിക്കും ആകെയുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. ഓഫീസിലായിക്കോട്ടെ മണിക്കൂറുകളോളം കസേരയിൽ ഇരുന്നുള്ള ജോലിയായിരിക്കാം. ഈ കസേരയിൽ ഇരുന്നുള്ള ജോലിയും ഒരു ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് ചെലവില്ലാത്ത ആ വ്യായാമശീലം നമ്മളെല്ലാവരും വളർത്തിക്കൊണ്ടുവരണം. ഒരു മുതിർന്ന ഒരാൾ ദിവസേന ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഉത്തമമായുള്ളൊരു വ്യായാമം. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും മറ്റും പറയുന്നത് ആഴ്ചയിൽ മിക്കവാറും ദിവസങ്ങൾ ഒരു 5 ദിവസമെങ്കിലും 30 മുതൽ 45 മിനിറ്റ് വരെ അത്യാവശ്യം വേഗത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു കിതപ്പ് അനുഭവപ്പെടണം. ആ നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് സംസാരിച്ചാൽ ചെറിയൊരു കിതപ്പ് അനുഭവപ്പെടും. ആ ഒരു വേഗത, അങ്ങനെ നടക്കുക. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കും. ഹൃദ്രോഗമായിക്കോട്ടെ, രക്താതിസമ്മർദ്ദമായിക്കോട്ടെ, പ്രമേഹമായിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, എന്തിനു പറയുന്നു, പലതരം ക്യാൻസറുകൾ വരെ വ്യായാമം ചെയ്താൽ തടയാൻ സാധിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. സ്ത്രീകളിലുള്ള സ്തനങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ, വയറിലെ ക്യാൻസർ, ഇവയെല്ലാം എക്സസൈസ് ചെയ്താൽ വരാനുള്ള സാധ്യത കുറയും. ഇനി പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ എല്ലുകളിൽ കാൽഷ്യം കുറഞ്ഞ് പൊട്ടലുണ്ടാകാനുള്ള സാധ്യത അതുപോലും എക്സസൈസ് കൊണ്ട് കുറയ്ക്കാൻ സാധിക്കുന്നു. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജിമ്മിൽ തന്നെ പോയി എക്സസൈസ് ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ ഒരു ഫോർമൽ എക്സസൈസ് പ്രോഗ്രാം ജോയിൻ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് മുറ്റത്തോട്ടിറങ്ങി നടക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മൈതാനത്ത് നടക്കാം. സമയം നമ്മൾ കണ്ടെത്തുക. അതിപ്പോൾ ഏത് സമയത്ത് നടന്നാലും ആവശ്യം 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുക എന്നുള്ളതാണ്. അല്ലാതെ സമയത്തെ അല്ല, അതായത് രാവിലെയാണോ വൈകിട്ടാണോ, ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ നടക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പീഡിൽ നടക്കണം. ഞാൻ ഈ പറഞ്ഞത് രോഗങ്ങൾ തടയാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് ഹൃദ്രോഗമോ മറ്റോ വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ മറ്റോ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ഓപ്പറേഷനോ മറ്റോ കഴിഞ്ഞു, മറ്റ് രോഗങ്ങൾ സ്ട്രോക്കോ മറ്റോ വന്നു, ഇങ്ങനെയുള്ളവർ ഒരു എക്സസൈസ് അല്ലെങ്കിൽ നടത്തം ആരംഭിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിർദ്ദേശം സ്വീകരിക്കണം. അല്ലാതെയുള്ള ആൾക്കാർ, പ്രമേഹമുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നടത്തം എന്ന് പറയുന്നത് ഞാൻ ഈ മേൽപ്പറഞ്ഞ രീതിയിൽ നടന്നാൽ മതിയാവും. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കേണ്ടത്, ഈ നടന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ബാക്കി ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പാടില്ലെന്നോ BP നോക്കാൻ പാടില്ലെന്നോ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഒരാളുടെ രക്താതിസമ്മർദ്ദം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, ഡോക്ടർ എക്സസൈസ് ചെയ്യാൻ പറയുന്നു, മരുന്നെല്ലാം നിർത്തിയിട്ട് അങ്ങ് നടന്നുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ഇടയ്ക്ക് BP മറ്റും ചെക്ക് ചെയ്യുകയും വേണം. പലപ്പോഴും പരിശോധനകളൊന്നും ചെയ്യാതെ അമിതമായിട്ട് വ്യായാമത്തിൽ ഏർപ്പെടുമ്പോഴാണ് പല കുഴഞ്ഞു വീണ് ഉള്ള മരണങ്ങളും മറ്റും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അമിതമായിട്ട് വ്യായാമമോ ജിമ്മിലോ മറ്റോ പോകുന്നതിന് മുമ്പ് രോഗലക്ഷണങ്ങളുള്ളവരോ പ്രമേഹമുള്ളവരോ മുൻപ് ഹൃദ്രോഗമുള്ളവരോ ഒക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച ശേഷം മാത്രമേ അമിതമായിട്ടുള്ള എക്സസൈസും ജിമ്മ് പോലത്തെ വ്യായാമവും ചെയ്യാവുള്ളൂ എന്നുകൂടെ അറിഞ്ഞിരിക്കുക. താങ്ക് യു.